വീരധീരസൂരൻ നമ്മുടെ ചിയാൻ വിക്രം നായകനായ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലെത്തി. SU അരുൺകുമാറാണ് സിനിമയുടെ സംവിധാനം. പുള്ളിയുടെ പടമായിരുന്ന ചിറ്റ, സേതുപതി ഒക്കെ പുള്ളിയുടെ സിനിമകൾ. പുള്ളി ഡയറക്റ്റ് ചെയ്ത പടങ്ങളാണ്. അതിൽ ചിറ്റ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, ഫോണിലാണ് കണ്ടത്. ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആയ ഒരു സിനിമയായിരുന്നു ചിറ്റ. ആദ്യം തന്നെ പറയട്ടെ, വിക്രമിന്റെ നല്ല ഒന്നാന്തരം തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവ്, ഗംഭീര സിനിമ. വാട്ട് എ തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടമായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഭയങ്കരമായിട്ടുള്ളൊരു പടം. ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ പ്രതീക്ഷിച്ചത് മുകളിലായിരുന്നു ഈ സിനിമ എനിക്ക് തന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കൈദി മോഡൽ പടം, ഒറ്റ രാത്രി നടക്കുന്ന സംഭവമാണിത്. നമ്മുടെ ഇതില് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസ് ഉണ്ട്, ഒരു 20 മിനിറ്റോളം വരുന്ന കുറച്ച് സീനുകൾ. അത് ഒഴിച്ചു നിർത്തിയ ബാക്കിയല്ല, ബാക്കി 2.5 മണിക്കൂർ ഒറ്റ രാത്രി നടക്കുന്ന സംഭവമാണ് ഈ സിനിമ പറയണം. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ വീരധീരസൂരൻ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വിക്രത്തിന്റെ പൂണ്ടുവിളയാട്ടാണ് സിനിമ. ഞാൻ ലാസ്റ്റായിട്ട് വിക്രത്തിന്റെ തിയേറ്ററിൽ കണ്ട സിനിമ കോബ്ര. അതൊരു അസല അപരാധമായിരുന്ന സിനിമ കോബ്ര. അത് 2022-ലോ 2023-ലോ ഇറങ്ങിയത്. തൃശ്ശൂർ രാഗത്തിൽ ഫസ്റ്റ് ഡേ കണ്ട പടം കോബ്ര. അതിനുശേഷം ഞാൻ വിക്രമിന്റെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ല. എത്ര എണ്ണം തിയേറ്ററിൽ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. തങ്കരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം, കോബ്രയ്ക്ക് ശേഷം ഞാൻ ഇതാണ് വിക്രമിന്റെ തിയേറ്ററിൽ കാണുന്ന പടം. അതൊരു 1.5 സാധനമായി. ശരിക്കും പുള്ളിയുടെ കംബാക്ക് തന്നെ പറയാം വിക്രമിന്റെ. അതുപോലെയായിരുന്നു ഈ സിനിമ. ഇതിൽ അഭിനയിച്ച് നമ്മുടെ മലയാളികളുണ്ട്. നമ്മുടെ സുരാജേട്ടൻ, മെയിൻ വില്ലന്മാരിൽ ഒരാൾ നമ്മുടെ സുരാജേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ മാല പാർവതി, അവരൊക്കെ നമ്മുടെ മലയാളി ആർട്ടിസ്റ്റുകളുണ്ട്. സുരാജേട്ടൻ ഒന്നും പറയാല്ല, കട്ടയ്ക്ക് കട്ട വില്ലൻ. നായകന്റെ ചെയ്യാനൊപ്പം വിക്രത്തിനൊപ്പം കട്ടയ്ക്ക് കട്ടായിരുന്നു സുരാജ് ഈ പടത്തില്. അതുപോലെ തന്നെ നമ്മുടെ SJ സൂര്യ, കിഡിലൻ ക്യാരക്ടർ, പോലീസ് റോവാണ് പുള്ളി. ഒരുപാട് ചെയ്തിട്ടുള്ള തന്നെയാണ് പോലീസ് റോ, പക്ഷെ ഞെട്ടിച്ചു പുള്ളി. ഭയങ്കര രസമായിട്ട് SJ സൂര്യ ആ ക്യാരക്ടർ ചെയ്തു. സുരാജേട്ടനും വിക്രമിനെ പറയണ്ട, വിക്രത്തിന്റെ പൂണ്ട് വിളയാട്ടാണ് ഈ സിനിമ. ഫസ്റ്റ് ഹാഫ് വെറും തീയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കാട്ടുതീയാണ്. ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവസാനത്തെ ഒരു 15 മിനിറ്റ് ഒരു 1.5 ഇറ്റായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ക്ലൈമാക്സ് തന്നെയാണത്. ആ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. ഇതിൻ്റെ ഇടയിൽ ഇന്റർവെല്ലിന് മുമ്പ് ഒരു സീനൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഒരു ഫൈറ്റോ ഗംഭീര ഡയലോഗുകളൊന്നുമില്ല. SJ സൂര്യയും നമ്മളെ വിക്രമായിട്ടുള്ളൊരു സീനാണ്. അതന്നെ ഒരു രോമാഞ്ചം. അവിടെ വരുന്നൊരു ആ സീൻ കഴിഞ്ഞ് വിക്രം തിരിഞ്ഞ് നടക്കുമ്പോൾ വന്ന BGM അതൊക്കെ കിഡുമായിരുന്നു. എന്തായാലും നമ്മുടെ വിക്രം ഫാൻസിന് ശരിക്കൊരു ഇതന്നെയായിരിക്കും ഈ പടം. എന്നുവെച്ചാൽ അത്രയും സന്തോഷമായിരിക്കും ഈ സിനിമ. കാരണം കുറെ നാളുകൾക്ക് ശേഷം വിക്രത്തിന്റെ ഒരു കിടിലം പടം തിയേറ്ററിൽ വന്നു. ഭയങ്കര രസമായിട്ട് സിനിമ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ പറയും മസ്റ്റ് വാച്ച് ഈ സിനിമ. മസ്റ്റ് വാച്ച്. പറ്റുന്നവര് തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എമ്പുരാനൊക്കെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സിനിമയും കാണാൻ പറ്റുന്നവര് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു.